الحمد لله الحمد لله وكفى والسلام على رسوله الدين اصطفى وعلى آتمهم المجتبى وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ എന്ന വിഷയത്തിലാണ് നമുക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാനുള്ളത്. ഈ വിഷയം കേൾക്കുമ്പോൾ നമുക്കതിലൊരു ബോറടി ഫീൽ ചെയ്യാൻ സാധ്യത. നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള വിഷയമൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലം. മാതാപിതാക്കളെ പറ്റി അറിയാത്ത, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാത്തവരല്ല നമ്മളാരും. നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന കാലം തൊട്ടേ ഇപ്പൊ നേരത്തെ ഇവിടെ ഓതി വെച്ച ആയത്ത് അറിയുന്നവരായിരിക്കും. നമ്മൾ ഫുൾ മണപ്പാടമല്ലെങ്കിലും വഖളാ റബ്ബുക എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. അത് നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു ഭാഗമാണ് എന്നുള്ളത്. ഇപ്പൊ ധാരാളമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഏതോ അർത്ഥത്തിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പെരുമാറുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊക്കെയും വലിയ വീഴ്ചകൾ ആ വിഷയത്തിൽ വന്നു പോകാറുണ്ട് എന്നതാണ് സത്യം. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയത്തെ തന്നെ വീണ്ടും എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിലേക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് അങ്ങനെ ഗുണം ചെയ്യാറുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ ഏതോ അർത്ഥത്തിൽ എന്തെങ്കിലും വീഴ്ചകളൊക്കെ എൻ്റെയും നിങ്ങളുടെയും ഭാഗത്ത് വന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ നമ്മെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഉമറിനോട് പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹു, യഅതി അലൈക അഹ്ലൽ യമൻ, യമനിൽ നിന്നും ഒരു സംഘം നിന്റെ അടുത്തേക്ക് വരും. വഫീഹിം റജുലുൻ യുഖാലു ലഹു ഉവൈസ് ബിൻ ആമിർ. ആ വരുന്ന കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാകും. അദ്ദേഹം മിൻ മുറാദിൻ സുമ്മ മിൻ കറൻ. അദ്ദേഹം മുറാദ് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ച് വളർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേര് കറൻ എന്ന് പറയുന്ന ഗോത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഒരു മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മയെ നന്നായിട്ട് പരിചരിക്കും. ഉമ്മയ്ക്ക് വേണ്ടി ധാരാളമായി പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പാണ്ഡുരോഗമുണ്ടായിരുന്നു. ആ പാണ്ഡുരോഗം അൽഹംദുലില്ലാഹ് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിർഹമിന്റെ, അതല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ വട്ടത്തിലുള്ള ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള പാണ്ഡുരോഗങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ താങ്കൾ കണ്ടുമുട്ടിയാൽ ഉമറിനോട് പറയണം, ഉമറെ, നിനക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ അദ്ദേഹത്തിനോട് പറയാം. ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല. ഉവൈസ് പ്രവാചകനെയും കണ്ടിട്ടില്ല. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. എന്നിട്ടാണ് അദ്ദേഹത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു, നീ കണ്ടാൽ നീ അദ്ദേഹത്തിനോട് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറയണം എന്ന് പറയുന്നത്. ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം എല്ലാവർക്കും അറിയാവുന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മെഹറാജിന്റെ രാത്രിയിൽ സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ ഒരു വീടിന്റെ പണി നടക്കുന്നത് കണ്ട പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, നീ ഉവൈസിനെ കണ്ടാൽ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറയണം കേട്ടോ എന്ന്.
പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉവൈസിനെ കാണാനുള്ള അന്വേഷണമാണ്. എങ്ങനെയെങ്കിലും ഉവൈസിനെ കണ്ടെത്തണം. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യമനിൽ നിന്നും ഏതെങ്കിലും ഒരു സംഘം ഈ മദീനയിലേക്ക് എത്തിയാൽ, യമൻകാരാണെന്ന് മനസ്സിലായാൽ ആ സംഘത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അവരോട് ചോദിക്കും, മഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടോ? അപ്പോൾ യമൻകാര് പറയും, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉവൈസിനെ അറിയില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഉവൈസ് ഇല്ല. അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2.5 വർഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് നടക്കുന്നത്. ആ സമയത്തും അദ്ദേഹം മദീനയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട്, മദീനയുടെ ഗേറ്റിൽ നിന്നുകൊണ്ട് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു, എവിടെയാണ് ഉവൈസ്. അങ്ങനെ യമനിൽ നിന്നും ഒരു സംഘം എത്തിയാൽ ഉടനെ അങ്ങോട്ട് ചെല്ലുന്നു, അവരോട് ചോദിക്കുന്നു, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ? അപ്പോൾ അവരൊക്കെ പറയും, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉവൈസിനെ അറിയില്ല, അങ്ങനെ ഒരു ഉവൈസിനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ 2.5 വർഷവും കഴിഞ്ഞുപോയി. ഈ യമനിൽ നിന്നും ആളുകൾ മദീനയിലേക്ക് വരുന്നത് 3 ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിലൊന്ന് ഹജ്ജ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ, മൂന്നാമത്തത് കച്ചവടം ചെയ്യാൻ. ഈ വരുന്ന സംഘത്തിനോടൊക്കെയും നിരന്തരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിച്ചു. അവർക്കൊന്നും അങ്ങനെ ഒരു ഉവൈസിനെ കുറിച്ച് അറിയില്ല. പിന്നെ അദ്ദേഹം തന്നെ അവിടുത്തെ ഖിലാഫത്ത് ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീനായ ഒരു സംഭവം നമുക്കറിയാലോ. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹം അന്വേഷിച്ചു, ഉവൈസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് അവസാനം അദ്ദേഹത്തിന്റെ കാലത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം വളരെ വിശാലമായി. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വികസിച്ചു. ഒരുപാട് ആളുകളെ ഇസ്ലാമിക പ്രവർത്തനം നിർവഹിക്കുവാൻ ആവശ്യമായിട്ട് വരികയാണ്. ഈ സമയത്ത് ഗവർണർമാർക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി, ഇങ്ങനെ ഇസ്ലാമികമായ സന്നദ്ധ സേവനം നിർവഹിക്കാൻ ആവശ്യമായ ചില ആളുകൾ ഇപ്പോൾ അടിയന്തരമായി ആവശ്യമായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗവർണർമാരോട് കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് കത്തെഴുതുകയാണ്. അങ്ങനെ യമനിലെ ഗവർണർക്കും എഴുതി. അങ്ങനെ ഈ ഒരു സന്നദ്ധ സേവനത്തിന് വേണ്ടി യമനിൽ നിന്നും ഒരു സംഘമെത്തി. ആ സംഘമെത്തിയ ഉടനെ തന്നെ നേരത്തെ അന്വേഷിക്കുന്നത് പോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവരോടും ചോദിച്ചു, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ? ആ സമയത്താണ് ആ സംഘത്തിൽ നിന്നും ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട്, അന ഉവൈസ് ബിൻ ആമിർ, അതെ, ഞാനാണ് ഉവൈസ് ബിൻ ആമിർ. അത്ഭുതത്തോട് കൂടിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ചോദ്യം, മിൻ മുറാദ്, താങ്കൾ മുറാദ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണോ വന്നത്? അതെ, ഞാൻ മുറാദ് പ്രദേശത്തു നിന്നാണ്. അൻത ഖറനിയുൻ, കറൻ എന്ന് പറയുന്ന ഗോത്രത്തിലാണോ താങ്കൾ ഉള്ളത്? അതെ, കറൻ എന്ന് പറയുന്ന ഗോത്രത്തിലാണ്. താങ്കളോടൊപ്പം താങ്കളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ശരിയല്ലേ? അതെ, ശരിയാണ്. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ശരീരത്തിൽ പാണ്ഡുരോഗം ബാധിച്ചിരുന്നു. ആ പാണ്ഡുരോഗം ഇപ്പോൾ മാറി, ഒരു നാണയത്തിന്റെ വട്ടത്തിലുള്ളത് മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ ഉവൈസ് ബിൻ ആമിർ അത്ഭുതത്തോട് കൂടിയിട്ട് അമീറുൽ മുഅ്മിനീനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ഞാൻ അങ്ങയെ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങെന്നെയും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി എന്നെ കുറിച്ച് വിവരം കിട്ടിയത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഇസ്തഗ്ഫിർ ലി യാ ഉവൈസ് ബിൻ ആമിർ, ഉവൈസേ, എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോടൊന്ന് ഇസ്തിഗ്ഫാർ നടത്ത് എന്ന് പറയുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 7-8 വർഷം അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടേ നടക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കേട്ടപ്പോ ഉവൈസ് ബിൻ ആമിർ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ തള്ളി മാറ്റി, ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ? അങ്ങ് ഞങ്ങളുടെ നേതാവ് അമീർ താങ്കളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്കളല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾ താങ്കൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ എന്ന് ഉവൈസ് ബിൻ ആമിർ തിരിച്ചു ചോദിക്കുകയാണ്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉവൈസിനെ കുറിച്ച് പറഞ്ഞതും പിന്നീട് നടന്ന അന്വേഷണങ്ങളെ കുറിച്ചും കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തഗ്ഫിർ ലി
യാ ഉവൈസ് ബിൻ ആമിർ, ഉവൈസെ എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോടൊന്ന് ഇസ്തിഗ്ഫാർ നടത്തണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്നത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലക്കാന ഉമർ, അത് ഉമറാകുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് ഇസ്തഗ്ഫിർലി യാ ഉവൈസ് ബിൻ ആമിർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം വന്നിട്ടുള്ളത് ഇസ്ലാമിന് വേണ്ടി സന്നദ്ധ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഉരീദുൽ കൂഫ, ഞാൻ കൂഫയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്കിൽ കൂഫയിലെ അമീറിന്, അവിടുത്തെ ഗവർണർക്ക് ഞാനൊരു കത്ത് എഴുതട്ടെ, ഒരു റെക്കമെൻഡേഷൻ അങ്ങയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സ്മരിച്ച ഒരു വ്യക്തിയാണ് എന്ന് ഞാനൊരു എഴുത്തു തരട്ടെ എന്ന് ചോദിക്കുമ്പോ ലാ തഫ്അൽ യാ അമീർ അൽ മുഅ്മിനീൻ, അങ്ങനെ താങ്കൾ ചെയ്യരുത്, അങ്ങനെ ഒരു റെക്കമെൻഡേഷനും എനിക്ക് ആവശ്യമില്ല. ഞാൻ അവിടുത്തെ ഗവർണറുടെ കൊട്ടാരത്തിലേക്കല്ല പോകുന്നത്, സാധാരണക്കാരനിൽ പണിയെടുത്തുകൊണ്ട് അവിടെ പൊടി പിടിച്ച് എല്ലാ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അമീർ അൽ മുഅ്മിനീനോട് പറയുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം പിന്നീട് അതിന്റെ രണ്ടാം ഭാഗം നടക്കുന്നത് കൃത്യം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് വീണ്ടും യമനിൽ നിന്നും ഒരു സംഘം മദീനയിലേക്ക് വരുമ്പോ ആ സംഘത്തെ കണ്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉവൈസിന്റെ വർത്തമാനം എന്താണ്? ഉവൈസ് ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഉവൈസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഉവൈസിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. ഉവൈസ്, ഇങ്ങനെ ഒരു ഉവൈസ് ഉണ്ടോ എന്ന് അവർക്ക് അറിയില്ല. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസിനെ കുറിച്ച് ഇങ്ങനെ വീണ്ടും പറഞ്ഞു കൊടുക്കാണ്. മുറാദ് പ്രദേശത്തുള്ള, അതുപോലെ തന്നെ കറൻ ഗോത്രക്കാരനായ ഒരു ഉമ്മ മാത്രം കൂടെ താമസിക്കുന്ന ഉവൈസിനെ കുറിച്ച്. അപ്പൊ അവരുടെ അമീറായി വന്ന മനുഷ്യൻ പറഞ്ഞു, ആ ഉവൈസിനെ ഞങ്ങൾക്കറിയാം, ആ ഉവൈസ് ഒരു സാധാരണക്കാരനല്ലേ, റസ്സുൽ ബൈത്തി, ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടില് താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, വഖലീലുൽ മത്താ, വിഭവങ്ങളൊന്നുമില്ല, ഒരു വിഭവം അല്ലാത്ത ഒരു സാധാരണക്കാരനായ അന്നത്തെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലേ ഉവൈസ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഉവൈസിനെ കുറിച്ച് ഇവർക്കൊന്നും അറിയുകയില്ല എന്ന്. അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ആ സംഘത്തോട് വിശദീകരിച്ചു കൊടുത്തു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആ സംഘത്തിന്റെ അമീർ, അദ്ദേഹം നേരെ പോകുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ല, ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഈ സാധാരണക്കാരനായ മനുഷ്യന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഉവൈസിനെ വിളിക്കുന്നു. ഉവൈസിനെ കണ്ടയുടൻ ഇസ്തഗ്ഫിർ യാ ഉവൈസ്, ഉവൈസെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. ഈ പറഞ്ഞ സമയത്താണ് ഉവൈസ് പറയുന്നത്, താങ്കൾ ഒരു ഹജ്ജ് കഴിഞ്ഞ് വരില്ലേ, ഹജ്ജിന്റെ അമീറല്ലേ, നല്ലൊരു യാത്ര കഴിഞ്ഞ് വരുന്ന താങ്കളല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ വീണ്ടും ഇദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഉവൈസിന് മനസ്സിലായി. ഉവൈസ് തിരിച്ചു ചോദിച്ചു, ലക്കീത്ത ഉമർ, താങ്കൾ മദീനയിൽ വെച്ച് ഉമറിനെ കണ്ടിരുന്നോ? അതെ ലക്കീത്ത് ഉമർ, ഞാൻ ഉമറിനെ കണ്ടിരുന്നു എന്ന് മറുപടി പറയുകയാണ്. അപ്പൊ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മാറാൻ പറ്റൂല. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. ഇതറിഞ്ഞുകൊണ്ട് ജനങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് മനസ്സിലായി ഇവിടെ ഒന്നും ശരിയാവൂല. അദ്ദേഹം അവിടുന്ന് താമസം മാറി പോകുന്ന ഒരു ചരിത്രം, അതിന്റെ ബാക്കി ഭാഗമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവിടുത്തെ അമീറായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അദ്ദേഹത്തിനേക്കാൾ ദറജയുള്ള ഒരാളായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താനുള്ള ഒരു കാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരുന്നു. ആ ഉമ്മാക്ക് വേണ്ടി എന്തും അദ്ദേഹം ചെയ്തു കൊടുത്തു. ഉമ്മാനെ വെറുപ്പിക്കാതെ ഉമ്മാക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് അത് കൃത്യമായി നിർവഹിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ദറജയിലേക്ക് ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉയർത്തിയത് എന്നതാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, റസൂലെ, ഞാൻ എൻ്റെ മാതാവുമായി കൊണ്ട് ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു.
കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന അതികഠിനമായ ചൂട്. ഇറച്ചിക്കഷ്ണം അവിടെ ഇട്ടാൽ അത് വെന്തുപോകും, അതിന് മാത്രം ചൂടുണ്ട്. എൻ്റെ ഉമ്മയുമായിട്ട് അത് നടക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ എൻ്റെ ഉമ്മയെ എൻ്റെ തോളിലേറ്റിക്കൊണ്ട് ഞാൻ നടക്കുകയാണ്. അങ്ങനെ ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ഞാൻ അത്രമാത്രം എൻ്റെ ഉമ്മയെ പരിഗണിച്ചിട്ടുണ്ട് ആ യാത്രയിൽ. അതുകൊണ്ട് എൻ്റെ ഉമ്മയോടുള്ള എൻ്റെ കടപ്പാട് തീർന്ന റസൂലേ എന്ന് ചോദിക്കുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറയുന്ന ഒരു മറുപടിയുണ്ട്. റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിച്ച പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങളിൽ ഒരു പ്രയാസത്തിന് പോലും അത് തുല്യമാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മയുമായി വന്നിരിക്കുകയാണ്. അങ്ങനെ ഉമ്മാക്ക് നടക്കാനൊക്കെ പ്രയാസമുണ്ട്. ഇത് മനസ്സിലാക്കി അദ്ദേഹം ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്യുന്നു. ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ് നിർവഹിക്കുന്നത്. ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ടാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചെയ്തിട്ടുള്ളത്, എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് എനിക്ക് തീർന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ഉമ്മ നീ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നീ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ദുനിയാവില് നീ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഓരോ സമയത്തും നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിച്ചു കൊണ്ടിട്ട നെടുവീർപ്പുണ്ടല്ലോ, ആ നെടുവീർപ്പിലെ ഒരു നെടുവീർപ്പിന് പോലും സമമാവുകയില്ല എന്നാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അതിന് മറുപടിയായി കൊണ്ട് പറയുന്നത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അവരെ ഉമ്മാനെ കുറിച്ചിട്ട് ആലോചിക്കുക. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഉമ്മയെക്കുറിച്ച്, നമ്മുടെ ഉപ്പയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെയും വേറെ ആരുടെയോ ഉമ്മയെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ച്, എൻ്റെ ഉപ്പയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന ഉപ്പയും ഉമ്മയും നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമായിക്കൊണ്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഇങ്ങനെ ഉവൈസിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഹജ്ജ് ചെയ്ത ആ സമയത്തുള്ള മനുഷ്യനെ പറഞ്ഞതുപോലെ, നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ത്യാഗം നമ്മൾ സഹിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? പക്ഷെ എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മയോടും ഉപ്പയോടുമുള്ള കടപ്പാടൊക്കെ തീർന്നവരാണ്, എല്ലാം നിറവേറ്റിയവരാണ്, ഞാൻ വളരെ ഉഷാറാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നവരാണ്, സ്വയം പര്യാപ്തരാണ്. നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളെ പലരും ആശ്രയിക്കുന്നത്, എൻ്റെ മുന്നിലിരിക്കുന്നത് കുറെ വിദ്യാർത്ഥികളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, നമ്മൾ വല്ല സാമ്പത്തികമായ ആവശ്യത്തിനൊക്കെ ആയിരിക്കും നമ്മൾ ഉമ്മാനെ വാപ്പാനെ ആശ്രയിക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സ്വയം പര്യാപ്തരാണ്, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പറ്റാത്ത ഒരു കാലത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മൾ ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ്, നമ്മുടെ ഗർഭകാലത്തെ കുറിച്ചിട്ടാണ്. വിശുദ്ധ ഖുർആൻ അത് വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന 10 മാസത്തെ കുറിച്ച് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ വീട്ടില് ഗർഭം ചുമക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരിമാരോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ വീട്ടിലുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും മനസ്സലിവുള്ളവർ എന്നുള്ള നിലക്ക് അവർ അനുഭവിക്കുന്ന പ്രയാസം കണ്ട് നമ്മൾ നെടുവീർപ്പിടാറുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മയും ഗർഭം ചുമന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത്രമാത്രം പ്രയാസം അവർ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടങ്ങൾ അവർ മാറ്റിവെച്ചിട്ടുണ്ട്, അവർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് യാത്രകൾ നമുക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്രമാത്രം പ്രയാസങ്ങൾ. ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. അവിടെ കൊണ്ട് തീർന്നില്ല. പ്രസവ സമയത്തെ കുറിച്ച് അവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്, അത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല. അത് നമ്മളൊക്കെ വിവാഹം കഴിച്ച് നമ്മുടെ ഭാര്യ ലേബർ റൂമിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വേദനയെങ്കിലും ഒരു നോവെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം
ഇതൊക്കെ വെറും പറച്ചിലും പ്രസംഗവുമായി ഒരു ചെവിയിലൂടെ നമ്മൾ കേട്ട് മറ്റു ചെവിയിലൂടെ വിട്ടയക്കുന്ന ഒരു വർത്തമാനം മാത്രമാണ്. അങ്ങനെയല്ല. ആ പ്രസവ സമയത്ത് അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. ആ പ്രയാസം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവർ നമ്മളെ പ്രസവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയും തീർന്നിട്ടില്ലല്ലോ. പിന്നെ ഒരു കുട്ടിയായി, നമ്മളൊക്കെയും ഒരു ചെറിയ കുട്ടിയായി നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടവുമുണ്ട്. എത്ര പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ. വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. കുട്ടികൾ രാത്രി ഉറങ്ങൂല. രാത്രി അവര് കളിച്ചും കൊണ്ടേയിരിക്കും. ആ രാത്രി ഉമ്മ അവർക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അസുഖമുണ്ടാകുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. പക്ഷെ അതൊന്നും പ്രയാസങ്ങളായി കാണാതെ വളരെ കരുതലോടുകൂടി, ലാളനയോടുകൂടി, സ്നേഹത്തോടുകൂടി അവർ ചേർത്ത് പിടിക്കുന്ന ആ ഒരു മാതാപിതാക്കളുടെ ഹൃദയത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വളർന്നവരാണ് ഞാനും നിങ്ങളും. നമ്മളങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ നമ്മൾ അവർ വെറുത്തിട്ടില്ല ആ സമയത്തും എത്ര നമ്മൾ കുരുത്തക്കേട് കാണിച്ചാലും ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട് നമ്മുടെ ഉമ്മയും ഉപ്പയും എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും അവർ വളർത്തിയിട്ടുള്ളത്. അവർ നൽകുന്ന സ്നേഹത്തെക്കുറിച്ച്, അവർ നൽകിയ ലാളനയെക്കുറിച്ച്, അവർ നൽകിയ പരിഗണനയെക്കുറിച്ച് വിവരിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അതിനെ വർണ്ണിക്കാനുള്ള വാക്കുകൾ നമ്മുടെ മുൻപിലില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ടല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇടക്ക് നാട് വിട്ടുപോകും. പെട്ടെന്നായിരിക്കും അദ്ദേഹം നാട് വിട്ടുപോവുക. പിന്നെ എന്നാ തിരിച്ചു വരിക എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നാട് വിട്ടുപോയി. അദ്ദേഹം വീട്ടിലേക്ക് ഒരു രാത്രി പാതിരാത്രിയിൽ കയറി വരികയാണ്. അങ്ങനെ പാതിരാത്രി കയറി വന്നു ഉമ്മ വാതിൽ തുറന്നു കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു, ബഷീറെ, നിനക്കുള്ള ഭക്ഷണം അവിടെയുണ്ട്, അത് ഭക്ഷിച്ചോ, ആ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് ബഷീറിനോട് പറയുകയാണ്. ബഷീർ അന്തം വിട്ടുപോയി. എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എടുത്തു വെക്കുകയോ? ഇത്ര ദിവസവും ഞാൻ ഇവിടെ ഇല്ല. ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വരും എന്തുറപ്പാണ് താങ്കൾക്കുള്ളത്? ഉമ്മയോട് ചോദിക്കുക, ഞാൻ വരും എന്നുറപ്പാണുള്ളത്? ഉമ്മ പറഞ്ഞു, നീ പോയ അന്ന് മുതൽ നീ വരും എന്ന ഉറപ്പിൽ നിനക്ക് വേണ്ടി എന്നും രാത്രിയിൽ ഭക്ഷണം ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് എന്ന് ബഷീറിന്റെ ഉമ്മ പറയുന്നതിനെ വളരെ മനോഹരമായി അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെയൊക്കെ ഉമ്മ അങ്ങനെ തന്നെ ആയിരുന്നു. ഇത്രമാത്രം നമ്മളെ പരിഗണിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര അതിനെ വർണ്ണിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും വളരെ ശക്തമായി കൊണ്ടാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അള്ളയും റസൂലും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ്. അവരോടാണ് നിങ്ങൾക്ക് കടപ്പാടുള്ളത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, അള്ളാഹിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അടുത്തതായി പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാനോട് കൂടി പെരുമാറണം എന്നാണ്. അവിടെ നമസ്കാരത്തെ കുറിച്ചിട്ടോ നമ്മൾ പറയുന്ന ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ല അവിടെ സംസാരിച്ചിട്ടുള്ളത്. തൊട്ടുടനെ പടച്ചറബിന് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് ഹസനായിട്ടല്ല, ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഇഹ്സാനോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ സംസാരം, അതിനെക്കുറിച്ച് വളരെ വിശദമായി കൊണ്ട് തന്നെ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി എത്രയോ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്കറിയാലോ. വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുക. എത്ര ആയത്തുണ്ട് എന്ന് നമുക്കറിയാം. ആ ആയത്തിൽ തന്നെ വളരെ ആറ്റിക്കുറുക്കിയിട്ടാണ് കാര്യങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. നമ്മൾ വിചാരിക്കുന്ന കുറെ ഇസ്ലാമികമായ കാര്യങ്ങൾ, നമസ്കാരം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗൗരവത്തിലെടുക്കുന്ന വിഷയമാണ്. പക്ഷെ എങ്ങനെ നമസ്കരിക്കണം, ആ നമസ്കാരത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് വിശുദ്ധ ഖുർആനിൽ തെരഞ്ഞാൽ കാണുക സാധ്യമല്ല. അത്തരത്തിലുള്ളൊരു വിശുദ്ധ ഖുർആനിലാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെ അവരോട് സംസാരിക്കണം, എങ്ങനെ അവരോട് പെരുമാറണം, എങ്ങനെ അവരോട് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ അവരുമായിട്ട് നിങ്ങളുടെ ചങ്ങാത്തം ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി വളരെ വിശദമായി കൊണ്ട് തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും.
വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലതവണ കേട്ടതാ. വീണ്ടും അതിനെ കുറെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് സ്വർഗം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അള്ളാന്റെ തൃപ്തി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അത് കരസ്ഥമാക്കുക സാധ്യമല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, അലൽ ഹിജ്റത്തി വൽ ജിഹാദ്. റസൂലെ, ഞാൻ അങ്ങയുമായിട്ട് ഉറപ്പു തരികയാൻ, കരാർ ചെയ്യാൻ, ഹിജ്റ ജിഹാദ്, ഇനി ഞാൻ അതിലാണ് ഉണ്ടാവുക, അതാണ് എന്റെ ലക്ഷ്യം, ജിഹാദ് ചെയ്യണം ഇസ്ലാമിന് വേണ്ടി. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അള്ളാഹുൽ നിന്ന് കുറെ അജ്ർ, നന്മകൾ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ജിഹാദാണ് എന്റെ മുന്നിലുള്ള മാർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുമ്പോൾ റസൂല് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കാൻ, ഫഹല്ലക മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ അടുത്ത് നിന്റെ മാതാപിതാക്കള് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മയോ ഉപ്പയോ നിന്നോടൊപ്പം ഉണ്ടോ എന്ന് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ, എൻ്റെ മാതാവും പിതാവും എന്നോടൊപ്പം തന്നെയാണുള്ളത്, അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഫർജി ഇലാ വാലിദൈകി ഫഹ്സിൻ സുഹ്ബതഹുമാ, എങ്കിലും നീ ഹിജ്റയും ജിഹാദ് ഒന്നും പറഞ്ഞ് നടന്നുകൊണ്ട് അജ്ർ നാടലല്ല നിന്റെ മാർഗം എന്ന് പറയും, നീ അവരിലേക്ക് മടങ്ങിപ്പോ. എന്നിട്ട് മാതാപിതാക്കളെ നോക്ക്, അവരുമായിട്ട് നല്ല സുഹബത്ത് ഉണ്ടാക്ക്, അവരോട് ഏറ്റവും നല്ല ഫഹ്സിൻ സുഹ്ബതഹുമാ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നീ താമസിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ അവിടെ നിന്നും തിരിച്ചയക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്, എത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ എന്റെയും നിങ്ങളുടെയും നിലപാടെന്താ? തന്നെയാണ് വിശുദ്ധ ഖുർആനും പറയുന്നത്, സാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, നിങ്ങളുടെ മാതാപിതാക്കളോട് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് പെരുമാറണം. അതിപ്പോ മാതാവ് നമ്മൾ പറയുന്ന ഇസ്ലാമികമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം അല്ല എങ്കിൽ പോലും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. പിന്നല്ലേ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് പരിശോധിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മാതാവിനോട്, നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് ചോദിക്കാണ്, ഞാൻ നിങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ച, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ സംതൃപ്തനാണോ എന്ന് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മൾ ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നമുക്ക് കിട്ടുക? വസാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഉഫിൻ, ഛേ എന്ന വാക്ക് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. യഥാർത്ഥത്തിൽ മുഫസ്സിറുകൾ അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം, ഈ ഉഫ് എന്നതിനേക്കാൾ ലോലമായ ഒരു പദം അറബിയിലില്ല എന്ന് പറഞ്ഞാൽ ഉഫ്, വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ ഉഫ് എന്ന് വാക്ക് ഉപയോഗിക്കരുത് എന്നാണ്. അത് വളരെ ലോലമായ ഒരു പദമാണ് അറബിയിൽ. ഒരു മനുഷ്യന്റെ മുഖം, അതിന്റെ നിറം മാറുന്നതിന്റെ, ആ മുഖം ഒന്ന് വാടുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഉഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ മാതാവിനോട് ഉമ്മയോട് ഉപ്പയോടും സംസാരിക്കുമ്പോൾ അത്തരത്തിൽ പോലും നിങ്ങളുടെ മുഖം ഒന്ന് വാടിപ്പോകരുത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പറയുന്ന വർത്തമാനങ്ങൾ, നമ്മൾ പറയുന്ന വാക്കുകൾ എത്രമാത്രം ഒച്ചത്തിലാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുക. നമ്മൾ പറയും, ന്യായം എൻ്റെ അടുത്താണ്, നിങ്ങളുടെ അടുത്ത് ന്യായം ഉണ്ടായിക്കോട്ടെ. അങ്ങനെ തന്നെയാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങളോട് അവര് ശിർക്ക് ചെയ്യാൻ പറയുമ്പോൾ ശിർക്ക് ചെയ്യണ്ട, ബാക്കി നിങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ അനുസരിക്കുക. ആ ശിർക്ക് ചെയ്യണ്ട എന്ന് പറയുന്നതോടൊപ്പമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, സാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, അവരോട് നല്ല രീതിയിലേ പെരുമാറാൻ പറ്റുള്ളൂ. അവർ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൗരവത്തരെ. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളോ ശരിക്കും നമ്മൾ അവരിലൂടെയാണ് ഈ ലോകം കണ്ടത്, അല്ലേ? നമ്മൾ ഈ ലോകം കാണുന്നത് നമ്മുടെ ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയുമാണ്. അവരാണ് നമുക്ക് സംസാരിക്കാൻ പഠിപ്പിച്ചത്. ഓരോ വാക്കുകളും
അവരാണ് നമുക്ക് സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ഉമ്മയിൽ നിന്നാണ് നമ്മൾ ആദ്യ വാക്ക് പഠിപ്പിക്കുന്നത്. ആ വാക്കുകളാണ് പിന്നീട് തിരിച്ച് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഇഹലോകത്തും അനുഭവിക്കും, പരലോകത്തും ഉറപ്പായിട്ടും നരകത്തിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലും കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അത്രമേൽ പ്രാധാന്യവും ഗൗരവവും ആ വിഷയത്തിന് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ വീണ്ടും പറയും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെരുമാറ്റത്തെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ച്, ഇടപെടലിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ഉമ്മക്കും വാപ്പക്കും വേണ്ടത് നമ്മുടെ പരിഗണനയാണ്. അവർ നമ്മിൽ നിന്നും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു പരിഗണന, കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതിനൊന്ന് തീരെ സമയമല്ല. നമ്മുടെ കൂട്ടുകാർക്കാണ് നമ്മുടെ സമയത്തിന്റെ വലിയ ഒരു ഭാഗം. ഞാൻ മൊബൈൽ ഫോണൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഉള്ള സമയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും അനുസരിക്കുന്നത്, നമ്മൾ മുൻഗണന കൊടുക്കുന്നത് കൂട്ടുകാരെന്താണോ പറയുന്നത് അതിനാണല്ലോ നമ്മൾ മുൻഗണന കൊടുക്കുക. ഇപ്പം ഉമ്മ പറയണം അങ്ങോട്ട് പോകണ്ട, അപ്പോഴായിരിക്കും നമ്മളെ കൂട്ടുകാരൻ അങ്ങോട്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാകുക. അപ്പൊ നമ്മൾ ഉമ്മാനെ ധിക്കരിച്ച് കൂട്ടുകാരൻ്റെ കൂടെ പോകും. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്, നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. പലപ്പോഴും ഉമ്മാനെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരോടൊപ്പം ഒന്ന് ഇരിക്കാൻ, പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട, ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ ഒക്കെ ഇരുന്ന് എന്തെങ്കിലും ഒന്നോ രണ്ടോ വർത്തമാനം മുണ്ടി പറയാൻ അവരൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഉമ്മയും വാപ്പയും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ സമയം കൊടുക്കാറില്ല. അത്രമാത്രം നമ്മളത് പരിഗണിക്കാറില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അവരെ പരിഗണിക്കുക. നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ എന്താ, നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഉമ്മക്കും വാപ്പാക്കും ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്താൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, വേണ്ട. ഒരിക്കലും ഒരു ഉമ്മി വാപ്പി എനിക്ക് വേണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത് വേണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും അവർ വേണ്ട എന്ന് വേണം എന്ന് പറയാം. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു ഡ്രസ്സ് നിങ്ങളെ ഉമ്മാക്ക് എടുത്തുകൊണ്ടേ കൊടുക്ക്, നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങൾ എടുത്തുകൊണ്ടേ കൊടുക്ക്. ഇതാണ് പരിഗണന എന്ന് പറയുന്നത്. അവർക്ക് എന്തോ വലിയ ലോകത്തെന്തോ കിട്ടിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും നമുക്കുണ്ടോ? എൻ്റെ ഉമ്മാക്ക് ഞാൻ അങ്ങനെ ഉമ്മാനെ പരിഗണിച്ചിട്ടുണ്ട്, എൻ്റെ ഉപ്പാനെ ഞാൻ അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഉവൈസ് ഇബ്നു ആമിറിന്റെ ചരിത്രം പഠിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് സഹാബികളുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ നമ്മളിതൊന്നുമില്ല, നമ്മളെ ഇഷ്ടം പോലെ ജീവിക്കാൻ അള്ളാഹ് വിശുദ്ധ ഖുർആനില് ചില ഭീഷണിപ്പെടുത്തുന്ന വർത്തമാനം പറയുന്നുണ്ട്. ഈ ആയത്തിനൊക്കെ ശേഷം ഇലയ്യൽ മസീർ, നിങ്ങളുടെ തിരിച്ചു വരവ് എന്നിലേക്കാണ്. ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. മാതാപിതാക്കളുമായി വിഷയം പറഞ്ഞ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇലയ്യ മർജിഉകും, നിങ്ങൾ ഓരോരുത്തരും മടങ്ങി വരുന്നത് എൻ്റെ പക്കലേക്കാണ്. ഫഉനബ്ബിഉകും, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എങ്ങനെയായിരുന്നു അവരോട് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വളരെ കൃത്യമായി കൊണ്ട് അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ സംതൃപ്തമായ ഒരു അവസ്ഥയിൽ പടച്ചുറപ്പിനെ കണ്ടുമുട്ടാൻ പറ്റും എന്നുറപ്പുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതുണ്ടാക്കണം. അതില്ല നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മനും വാപ്പാനും വെറുപ്പിച്ച് അൽക്കമാർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. അൽക്കമാർ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത മനുഷ്യനാണ്. അൽക്കമാർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രയാസപ്പെടാണ്. മരിക്കാനും കഴിയുന്നില്ല, അദ്ദേഹത്തിന്റെ കലിമ ചെല്ലാൻ പറ്റുന്നില്ല. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബികൾ വന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്: പ്രവാചകരെ, അൽക്കമ വലിയ പ്രയാസത്തിലാണ്, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, കലിമയൊന്നും ചെല്ലാൻ പറ്റാതെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത് എന്ന് പറയുമ്പോൾ
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ ഉമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. അങ്ങനെ ഉമ്മ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. അങ്ങനെ സന്നിധിയിലെത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, താങ്കൾ മകനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ അൽക്കമ പറഞ്ഞു, ഞാൻ എൻ്റെ മകനുമായിട്ട് നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്, ഭയങ്കര ഇഷ്ടമായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം, വളരെ ഇഷ്ടത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവനൊരു വിവാഹം കഴിക്കാൻ സമയമായപ്പോൾ ഞാൻ അവനൊരു വിവാഹം കഴിച്ചു കൊടുത്തു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവൻ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം അവന്റെ സ്നേഹം മുഴുവനും അവന്റെ ഭാര്യയോടായി, പരിഗണന മുഴുവനും ഭാര്യയോടായി. എന്നെ അവഗണിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിൽ എനിക്കൊരു മാനസിക പ്രയാസമുണ്ട്, മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട് റസൂലെ എന്ന് പറയുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എങ്കിൽ അൽക്കമയെ കത്തിച്ച് കളയൂ എന്നാണ് പറയുന്നത്. വേറെ മാർഗമൊന്നുമില്ല. മാതാവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അൽക്കമക്ക് സാധിച്ചിട്ടില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇത് കേട്ട മാതാവിന്റെ മനസ്സലിയുകയും, പ്രിയപ്പെട്ട റസൂലെ അങ്ങനെ ചെയ്യരുത്, എൻ്റെ പൊന്നാര മോനല്ലേ, ഞാനെല്ലാം അൽക്കമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ആ സമയത്ത് പറയുമ്പോഴാണ് അൽക്കമക്ക് നല്ല രൂപത്തിൽ മരണപ്പെടാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. നമ്മൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതിനു മാത്രം ഭയങ്കര സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യരൊന്നുമല്ല. നമ്മളൊരു സാധാരണക്കാർ, ഇങ്ങനെ ഒരു എട്ടപത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പറ്റുമ്പോൾ നിസ്കരിക്കും, പറ്റുന്ന സമയത്തൊക്കെ അങ്ങനെ നോമ്പ് കാലത്ത് നമ്മൾ നോമ്പെടുക്കും. അല്ലാതെ നമുക്ക് പറയാൻ മാത്രം ഭയങ്കര സൽക്കർമ്മങ്ങളോ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് കർമ്മങ്ങളോ നിർവഹിച്ചവരല്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാവ് ഒരു നെടുവേർപ്പെട്ടാൽ മതി, അവരിങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മുടെ ഒരു പെരുമാറ്റത്തില് എൻ്റെ മോൻ എന്തേ ഇങ്ങനെ ആയി, അങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ മോൻ എന്തേ ഇങ്ങനെ ആയി, അല്ലെങ്കിൽ മോളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് ഒരു മാതാവ്, ഒരു ഉമ്മയും ഉപ്പയും നെടുവേർപ്പെട്ടാൽ അതുപോലും നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, ഇഹലോകം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുകയില്ല. മാക്സിമം ഞാൻ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ തൃപ്തി ഞാൻ കരസ്ഥമാക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് പടച്ചറബിന്റെ തൃപ്തി എന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് തൃപ്തരല്ല എങ്കിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് തൃപ്തരല്ല. നമ്മുടെ ബാക്കി കുറെ പ്രവർത്തനം ഉണ്ടല്ലോ, അതൊക്കെ അതേറ്റൊക്കെ അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോ പടച്ചോൻ അത് സ്വീകരിക്കുന്നില്ല. എനിക്കത് വേണ്ട, ആണ് മാറ്റി വെച്ചലാ. നിന്റെ ഉമ്മ നിന്നെ കുറിച്ച് തൃപ്തനല്ല എങ്കിൽ, നിന്റെ ഉപ്പ നിന്നെ കുറിച്ച് തൃപ്തനല്ല എങ്കിൽ ഞാനും നിന്നെ കുറിച്ച് തൃപ്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്ന വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്താണ് റസൂല് 1-ാം സ്റ്റെപ്പിലെത്തിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു, 2-ാം സ്റ്റെപ്പിലെത്തിയപ്പോഴും ആമീൻ പറഞ്ഞു, 3-ാം സ്റ്റെപ്പിലെത്തിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. ഇതുവരെ സഹാബികൾ അത് കണ്ടിട്ടില്ല. ഇങ്ങനെ റസൂല് മിമ്പറിൽ കയറുന്ന സമയത്ത് ആമീൻ പറയുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ റസൂലിനോട് ചോദിച്ചു, റസൂലെ എന്താണ് എന്നുമില്ലാത്തതുപോലെ ഇന്ന് മിമ്പറിൽ കയറിയപ്പോൾ ഇങ്ങനെ ആമീൻ പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ 3 സംഭവങ്ങൾ. അതിലൊന്ന് റസൂൽ പറയാൻ, ഞാനിങ്ങനെ മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ മുൻപിൽ വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആരാ പ്രാർത്ഥിക്കുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആരാണ് ആമീൻ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താ പ്രാർത്ഥിച്ചത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ടും സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കാത്തവർ നശിച്ചു പോട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ആരാണ് ആമീൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം ഗൗരവമുണ്ട് ആ വിഷയത്തിന്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടായിട്ട് നമുക്കെതിരെ പ്രാർത്ഥനകൾ വരുന്നുണ്ടെങ്കിൽ റസൂലിന്റെ ആമീൻ അത് കാലാവസാനം വരെയുള്ള ആമീനാണ്. ഒരുപക്ഷെ നമ്മളും അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നില്ല, അവരെ ഇഷ്ടമനുസരിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്.
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇത് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മക്കളോട് പറയാൻ നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് 5 നേരത്തെ നമസ്കാരം നമ്മൾ നമസ്കരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ 5 നേരവും നമസ്കാരത്തിന് ശേഷം സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും? അങ്ങനെ വിരലിലുണ്ടാവുന്നവർ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നമസ്കാരം മുസല്ലയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോരുക? നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് നമ്മുടെ മുസല്ലയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോരുക? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയാം, നിങ്ങൾ എപ്പോഴാണെങ്കിലും നിരന്തരം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാലല്ലേ നമുക്ക് വേണ്ടി നമ്മുടെ മക്കളും പ്രാർത്ഥിക്കുകയുള്ളൂ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്താ നേട്ടം? മരണപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാവും. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഒരു മനുഷ്യന് ആകെ കിട്ടുന്ന, മക്കളെ കൊണ്ട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകാരമാണ് മരണത്തിന് ശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്താനങ്ങളെ കുറിച്ച് റസൂൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നാളെ പരലോകത്ത് നമ്മൾ ദിവസവും ഓരോ വക്തിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ദറജ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അവരുടെ ദറജ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ മാതാപിതാക്കൾ ചോദിക്കുത്രേ, എന്താണ് എൻ്റെ ദറജ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് മലക്കുകൾ പറയും, നിന്റെ മകൻ നിന്റെ മകൾ നിനക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ് നിന്റെ ദറജ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മലക്കുകൾ അവരോട് മറുപടി പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മാതാപിതാക്കളുടെ ദറജ വർദ്ധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മക്കളൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദറജ വർദ്ധിപ്പിക്കുമെങ്കിൽ എങ്ങനെയാണ് നമ്മളത് അവഗണിച്ചു തള്ളുക? അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ് നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതലായിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ മാതാപിതാക്കളുടെ തൃപ്തി എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് സ്വർഗത്തിന് മാത്രമല്ല കേട്ടോ. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പഠനത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ, അതിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഏത് മേഖലയിലായിക്കോട്ടെ ആ മേഖലകളിലൊക്കെയും നിങ്ങൾ വിജയിക്കണമെങ്കിൽ അവരുടെ തൃപ്തിയും അവരുടെ പ്രാർത്ഥനയും ഇല്ലാതെ നമുക്ക് ഒരാൾക്കും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായേൽപ്പെട്ട 3 ആളുകളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3 ആളുകൾ ഇങ്ങനെ യാത്ര പോയി, അവരൊക്കെയും ഒരു ഗുഹയിൽ അകപ്പെട്ടു പോവുകയാണ്. ഒരു ഗുഹ, അവരിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുഹയിൽ ഇരുന്നു. ആ സമയത്താണ് ആ ഗുഹയിൽ ഒരു പാറ വന്ന് അടയുന്നത്. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർക്ക് അതിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യമാകുന്നില്ല. അപ്പൊ അവർ തീരുമാനിച്ചു ഇനി എന്ത് ചെയ്യും? അവർ ആഞ്ഞു തള്ളി, അവർക്ക് സാധ്യമാകുന്നില്ല. അവർ അട്ടഹസിച്ച് വിളിച്ചാർത്തു, ഒരാളും അത് കേൾക്കാനില്ല. അങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്, നമ്മൾ 3 പേരും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കാം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതിന് രക്ഷപ്പെട്ടു പോകാം എന്നവർ തീരുമാനിക്കുകയും അവർ 3 പേരും പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിൽ ഒന്നാമൻ പ്രാർത്ഥിച്ചത്, പടച്ച റബ്ബേ, എനിക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവർ പ്രായമെത്തിയവരായിരുന്നു, വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അവരെ നോക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെ കാലികൾക്ക് വേണ്ടി, ആടിന് വേണ്ടി, ഇല പറിക്കാനൊക്കെ വേണ്ടിയിട്ട് ദൂരേക്ക് പോകും. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ഉറങ്ങിയിട്ടുണ്ടാകും. അവരുറങ്ങി, എൻ്റെ മക്കൾ ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാകൂല, അവര് പാലിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വന്ന് പാലൊക്കെ കറന്ന് എൻ്റെ മക്കൾ ആ സമയത്ത് പാലിന് കരയുമ്പോൾ ഞാൻ അവർക്കൊന്നും കൊടുക്കാതെ, ഒരുപക്ഷെ എൻ്റെ ഉമ്മയും ഉപ്പയും ഉറങ്ങിയിരിക്കുകയാണ് എങ്കിൽ അവർ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കും. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മയും ഉപ്പയെയും കുടിപ്പിച്ചതിന് ശേഷം മാത്രം എൻ്റെ മക്കൾ കുടിച്ചാൽ മതി. അത്രമാത്രം ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിച്ചിരുന്നു. റബ്ബേ, ഇത് നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗുഹയിൽ അടഞ്ഞ് കല്ല്
കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ 3 പേരും പ്രാർത്ഥിച്ചു, അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞത് അവിടെയുള്ള ഒരു പ്രാർത്ഥന സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുമ്പോൾ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മളൊരു പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ പടച്ചറബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ അവിടെ രക്ഷപ്പെടും. അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അള്ളാഹു നമ്മെ പരിഗണിക്കും. അവിടെ നമ്മൾ വിജയിക്കും. അതുകൊണ്ട് ആ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് നമുക്കറിയാത്തവരല്ല, നമ്മളെല്ലാവരും അറിവുള്ളവരാണ്. പക്ഷെ ഭൗതികമായ ഏതോ സമയത്ത് നമ്മളിൽ സംഭവിക്കുന്ന ഒരു പൈശാചികത, ആ സമയത്ത് നമ്മൾ ഉമ്മാനെയും വാപ്പാനെയും മറന്നു പോവുക ചെയ്യരുത്. ആ സമയത്താണ് മറന്നു പോയിട്ട് എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് അവരോട് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അത്രമേൽ ഉച്ചത്തിൽ നമ്മൾ അവരോട് സംസാരിക്കും. ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മാന്റെയും വാപ്പാന്റെ അടുത്ത് പോയിരിക്കുക. ചിലപ്പോൾ മനുഷ്യനാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം. അതുകൊണ്ടാണല്ലോ എത്ര ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയം പറയുന്നത്. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കണ്ട, നാളെ ഉമ്മാന്റെ അടുത്ത് പോയിരിക്കുക. ഉമ്മയോട് പറയാ, ഉമ്മ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തന്നെ കേട്ടോ, അത് മതി. അതോടുകൂടി നിങ്ങൾ എത്ര തന്നെ ഗൗരവമുള്ള വിഷയം നിങ്ങളുടെ ഉമ്മയോട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ മാതൃഹൃദയം അലിയും. അതാണ് അൽക്കമാർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. ഉമ്മയോട് പോയിട്ട് കൈപിടിച്ച് ഉമ്മയോട് നമ്മൾ മാപ്പിരക്കുക. ഉപ്പയോടും അങ്ങനെ തന്നെയാണ്. അവരോട് സംസാരിക്കാതെ നടക്കുന്ന എത്രയോ മക്കളുണ്ട്. വാപ്പയോട് സംസാരിക്കാത്ത, ഉമ്മയോട് സംസാരിക്കാത്ത, അതിലെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതൊന്നും ഭയങ്കര ഒരു ഹീറോയിസമായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ അവരോട് സംസാരിക്കണം, നമ്മളെ വാപ്പയോട് സംസാരിക്കണം. അവരാഗ്രഹിക്കുന്നുണ്ട്, ഒരുപക്ഷെ വാപ്പാക്ക് നമ്മളോട് സംസാരിക്കാൻ സാധ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് അവരൊന്ന് കൈപിടിച്ച് അവരോട് 1-2 വർത്തമാനം പറയുമ്പോൾ അവർ വല്ലാത്ത സന്തോഷം അവരിൽ ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതൊക്കെ നിത്യജീവിതത്തിൽ സംഭവിക്കേണ്ട നമ്മുടെ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ വിഷയവും അവരുമായിട്ട് പങ്കുവെക്കാനും അവരുമായിട്ട് സംസാരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എങ്കിലാണ് പടച്ചറബിന്റെ തൃപ്തി നമുക്കുണ്ടാകുക. ഉമ്മി വാപ്പിയും തൃപ്തിപ്പെട്ടാൽ മാത്രമാണ് സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഒന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം. ഇവിടുന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ കേവലമായ ഒരു പ്രസംഗമായി ഇത് മനസ്സിലാക്കാതെ നമ്മുടെ നാളെയുള്ള ജീവിതത്തിൻ്റെ വിജയത്തിന് തികച്ചും അനിവാര്യമായ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, നമ്മൾ മാറ്റേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റേണ്ട സ്വഭാവങ്ങൾ, എത്ര മോശപ്പെട്ട സ്വഭാവങ്ങൾ നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ മാറ്റും എന്ന് തീരുമാനിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടത്. അങ്ങനെ ചെന്ന് മാതാക്കളും പിതാക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നമ്മൾ അവരോട് സംസാരിച്ച് എന്തെങ്കിലും തെറ്റെൻ്റെ ഭാഗത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് പുറത്തു തരണമേ എന്ന് അവരോട് പറയുവാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി അവരെ പരിഗണിക്കുന്ന ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ഉമ്മയോടുള്ള പരിഗണനയും ഉമ്മയോടുള്ള പുണ്യവുമായിരുന്നുവെങ്കിൽ നമുക്കും അതിന് സാധിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പടച്ചറപ്പ് അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് പടച്ചറപ്പ് കരുണ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ ചില മാതാപിതാക്കളൊക്കെ, ചില ആളുകളുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. പടച്ചറപ്പ് അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മെയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കി ജീവിതകാലം മുഴുവൻ ജീവിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള ഭാഗ്യം നൽകി പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.